ആ ഉറുമ്പ് നിൻ്റെ കൈമെന്ന് പോയില്ല. ഹായ്, ഒരു ആൻ്റണി ജോസഫ് ചേട്ടൻ എന്നോട് കുറേ ദിവസമായി പറയുന്നത് പിന്നെ ചെത്തുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം, റബ്ബർ ടാപ്പിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരുമെന്ന്. വീഡിയോ പിടിക്കാനൊന്നും ആളില്ല. ഒരു ചേച്ചീൻ്റെ മുമ്പിൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് പറയാൻ പറ്റൂല, ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും 2-3 മരം ഒന്ന് ചെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ചെത്താൻ തുടങ്ങാം. ഇത് വരുന്നതിന് കണക്കായി തിരിഞ്ഞു വരണ്ടേ. നേരെ പിടിക്കണേ. നമ്മളിപ്പോൾ ചട്ടപ്പാലാക്കലാണ്. ചട്ടപ്പാലാകുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, ചെത്തിയാടി ഇടുവേ വേണ്ടു. പ്ലാസ്റ്റിക് പൊക്കലും താക്കലും എല്ലാം പണിയാന്ന്. അതുകൊണ്ട് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അത് ശരിയായിട്ട് കിട്ടിയിട്ടാണോ? അത് മണങ്ങിയിട്ടായിട്ട് ഈ ചേച്ചിയാണ് ചേട്ടാ വീഡിയോ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്നറിയില്ല, നോക്കട്ടെ. ഇതാ ചെത്തിയപ്പട്ട കണ്ട, ചെത്തിയപ്പട്ട ഇതാ. എന്തുണ്ട് വിവരം? ചെത്തിയത് നന്നായിനോ നേരെയാണോ എല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ശരിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞത് പട്ട ശരിക്ക് കാണുന്നില്ല എന്നാണ്. ഇപ്പം കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ റബ്ബർ ടാപ്പിങ്ങിൻ്റെ വിധം. അങ്ങനെ ഈ തോട്ടം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പണിയെടുക്കുന്നതാണ്. ഒരു 900 മരങ്ങളുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ചെത്തി തീർക്കുന്നത് 900 മരം. ഞാൻ ഒറ്റക്കാകുമ്പോൾ 2 ദിവസം കൊണ്ട് ചെത്തി തീർക്കും. ഇവർ ചേച്ചി ചേച്ചീൻ്റെ ഭർത്താവ് ചേട്ടനും ഉണ്ട്. അവർ രണ്ടാളും സഹായിക്കുമ്പം പിന്നെ 1 ദിവസം കൊണ്ടാവും. മിഷ്യൻ പോലെയും സൗകര്യമെല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയാണ് ഇവർ താമസിക്കുന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിരട്ടപ്പാലാക്കുക ചെയ്തിന്. ഇപ്രാവശ്യം മാത്രമാണ് നമ്മൾ വർഷത്തിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പണിയെടുക്കുന്നത്. അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. എന്നാലും ചിരട്ടപ്പാലാക്കുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട. ചിരട്ടപ്പാലാക്കുമ്പോൾ ചെത്തിയാടി ഇടുവേ വേണ്ടു. അത് അതിൻ്റെ സമയം നോക്കിയിട്ട് പിറ്റേന്ന് എടുത്തിട്ട് നിലത്തിട്ടിട്ട് ആ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം പൊറുക്കിയിട്ട് ചാക്കിൻ്റെ അകത്തിട്ട് കൊണ്ടുവന്നാൽ മതി. അതാണ് എളുപ്പം. അത് വലിയ നഷ്ടമൊന്നുമുള്ള കാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തിട്ട് അങ്ങനത്തെ വിഷമമൊന്നും ഇല്ലേനു. അങ്ങനെയാണുള്ളത്. ഇപ്രാവശ്യം ഭയങ്കര വിഷമമായിപ്പോയി. മഴയല്ലേ, ഒരുപാട് മഴ പെയ്തുകൊണ്ട് ഭയങ്കര വിഷമമായിപ്പോയി. നോക്കാം എന്താവുമെന്ന്.